സെക്ഷൻ 397 മരണം സംഭവിപ്പിക്കുകയോ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുകയോ ചെയ്യാനുള്ള ശ്രമത്തോടു കൂടിയ കവർച്ച അല്ലെങ്കിൽ സംഘകവർച്ചയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ്. കവർച്ചയോ കൊള്ളയോ ചെയ്യുന്ന സമയത്ത് കുറ്റവാളി മാരകായുധം ഉപയോഗിക്കുകയോ ഏതെങ്കിലും വ്യക്തിക്ക് കഠിന ദേഹോപദ്രവം ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിക്ക് മരണമോ കഠിന ദേഹോപദ്രവമോ ഉണ്ടാക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ ആ വ്യക്തി ഈ വകുപ്പ് പ്രകാരം ശിക്ഷിക്കപ്പെടാവുന്നതായിരിക്കും. ശിക്ഷ 7 വർഷം വരെയാകാവുന്ന കഠിന തടവ്. സെക്ഷൻ 398 മാരകായുധം കൈവശം വെച്ചിരിക്കുമ്പോൾ കവർച്ചയോ സംഘകവർച്ചയോ നടത്താൻ ശ്രമിക്കുന്നതിനെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ്. ശിക്ഷ 7 വർഷത്തിൽ കുറയാതെയുള്ള കഠിന തടവ്. സെക്ഷൻ 399 സംഘകവർച്ച നടത്താൻ ഒരുക്കങ്ങൾ നടത്തുന്നതിനെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ്. സെക്ഷൻ 399 സംഘകവർച്ച നടത്തുവാൻ ഒരുക്കങ്ങൾ നടത്തുന്നതിനെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ്. ശിക്ഷ 10 വർഷം വരെ ആകാവുന്ന കഠിന തടവും പിഴയും. സെക്ഷൻ 402 സംഘകവർച്ച നടത്തുന്നതിനായി സംഘം ചേരുന്നതിനെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ്. സെക്ഷൻ 402 സംഘകവർച്ച നടത്തുന്നതിനായി സംഘം ചേരുന്നതിനെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ്. സംഘകവർച്ച നടത്തുന്നതിനായി ഒന്നിച്ചു ചേർന്നോ 5 അതിലധികമോ വ്യക്തികളുടെ സംഘത്തിൽ അംഗമായിരുന്ന ഏതൊരാളും ഈ വകുപ്പ് പ്രകാരം ശിക്ഷിക്കപ്പെടാവുന്നതാണ്. ശിക്ഷ 7 വർഷം വരെ ആകാവുന്ന കഠിന തടവും പിഴയും. ശിക്ഷ 7 വർഷം വരെ ആകാവുന്ന കഠിന തടവും പിഴയും. സെക്ഷൻ 403 വസ്തുക്കളുടെ സത്യസന്ധമല്ലാത്ത ദുർവിനിയോഗത്തെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ്. സെക്ഷൻ 403 വസ്തുക്കളുടെ സത്യസന്ധമല്ലാത്ത ദുർവിനിയോഗത്തെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ്. ഒരു വ്യക്തിയുടെ വസ്തുക്കളെ വഞ്ചനാപരമായി ദുർവിനിയോഗം ചെയ്യുകയോ അല്ലെങ്കിൽ സ്വന്തം ആവശ്യത്തിനു വേണ്ടി മാറ്റുകയോ ചെയ്യുന്ന ഏതൊരാളും ഈ വകുപ്പ് പ്രകാരം ശിക്ഷിക്കപ്പെടാവുന്നതാണ്. ശിക്ഷ 2 വർഷം വരെ ആകാവുന്ന തടവോ പിഴയോ രണ്ടും കൂടിയോ. ശിക്ഷ 2 വർഷം വരെ ആകാവുന്ന തടവോ പിഴയോ രണ്ടും കൂടിയോ. സെക്ഷൻ 404 മരണസമയത്ത് പരേതൻ്റെ കൈവശമുണ്ടായിരുന്ന വസ്തുവിൻ്റെ സത്യസന്ധമല്ലാത്ത ദുർവിനിയോഗത്തെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ്. ശിക്ഷ 3 വർഷം വരെ ആകാവുന്ന തടവും പിഴയും. കുറ്റവാളി മരിച്ച ആളിൻ്റെ ഗുമസ്തനോ ഭൃത്യനായോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ 7 വർഷത്തെ തടവ് ശിക്ഷ നൽകി ശിക്ഷിക്കപ്പെടാവുന്നതാണ്. സെക്ഷൻ 405 കുറ്റകരമായ വിശ്വാസവഞ്ചനയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ്. സെക്ഷൻ 405 കുറ്റകരമായ വിശ്വാസവഞ്ചനയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ്. താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ ഒരാൾ കുറ്റകരമായ വിശ്വാസവഞ്ചന ചെയ്തതായി പറയുന്നു. 1. ഒരാളെ ഏതെങ്കിലും വസ്തുവകകളുടെ അല്ലെങ്കിൽ വസ്തുക്കളിന്മേലുള്ള അവകാശമോ ഏൽപ്പിച്ചിരിക്കണം. 2. അപ്രകാരം ഏൽപ്പിക്കപ്പെട്ട വസ്തുവകകൾ അയാൾ ദുരുദ്ദേശത്തോടെ സ്വന്തം ആവശ്യത്തിനായി പരിവർത്തനപ്പെടുത്തി ദുർവിനിയോഗം ചെയ്തിരിക്കണം. 3. ഏതെങ്കിലും നിയമപരമായ കരാറിലെ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ട് അയാൾ വസ്തുവകകൾ ഉപയോഗിക്കുകയോ വിനിയോഗിക്കുകയോ ചെയ്തിരിക്കണം. സെക്ഷൻ 406 കുറ്റകരമായ വിശ്വാസവഞ്ചനയ്ക്കുള്ള ശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്നു. സെക്ഷൻ 406 കുറ്റകരമായ വിശ്വാസവഞ്ചനയ്ക്കുള്ള ശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ്. ശിക്ഷ 3 വർഷം വരെ ആകാവുന്ന തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ. ശിക്ഷ 3 വർഷം വരെ ആകാവുന്ന തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ. സെക്ഷൻ 406 പ്രകാരം കുറ്റകരമായ വിശ്വാസവഞ്ചനയ്ക്കുള്ള ശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പാണ് 406. അതുപ്രകാരമുള്ള ശിക്ഷ 3 വർഷം വരെ ആകാവുന്ന തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ. സെക്ഷൻ 407 ഒരു കരിയർ ആയിട്ടുള്ള വ്യക്തി കുറ്റകരമായി വിശ്വാസവഞ്ചന കാണിക്കുന്നതിനെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ്. സെക്ഷൻ 407 ഒരു കരിയർ ആയിട്ടുള്ളൊരു വ്യക്തി കുറ്റകരമായ വിശ്വാസവഞ്ചന കാണിക്കുന്നതിനെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ്. സാധനങ്ങൾ ചുമന്നുകൊണ്ട് പോകാൻ ചുമതലയുള്ളയാളോ കപ്പലിൽ സാധനങ്ങൾ കയറ്റിക്കൊണ്ടു പോകുന്നയാളോ പണ്ടകശാല സൂക്ഷിപ്പുകാരനെന്ന നിലയിൽ വസ്തുക്കളുടെ സുരക്ഷാ ചുമതല ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആളോ
അങ്ങനെയുള്ള വസ്തുക്കളെ സംബന്ധിച്ച് കുറ്റകരമായ വിശ്വാസവഞ്ചന ചെയ്താൽ ഈ വകുപ്പ് പ്രകാരം ശിക്ഷിക്കപ്പെടാവുന്നതാണ്. ശിക്ഷ 7 വർഷം വരെയാകാവുന്ന തടവും പിഴയും. സെക്ഷൻ 408 ഒരു ഗുമസ്തനോ ഭൃത്യനോ കുറ്റകരമായ വിശ്വാസവഞ്ചന കാണിക്കുന്നതിനെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ്. സെക്ഷൻ 408 പ്രകാരം ഒരു ഗുമസ്തനോ ഭൃത്യനോ കുറ്റകരമായ വിശ്വാസവഞ്ചന കാണിക്കുന്നതിനെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ്. ഭൃത്യനായോ ഗുമസ്തനായോ ജോലിയിലിരിക്കുന്ന ഒരാൾ ആ നിലയിൽ അയാളുടെ പക്കൽ ഏതെങ്കിലും വിധത്തിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു വസ്തുവിനെയോ വസ്തുവിനുമേലുള്ള അധികാരത്തെയോ സംബന്ധിച്ച് കുറ്റകരമായ വിശ്വാസവഞ്ചന നടത്തുമെങ്കിൽ അയാൾ ഈ വകുപ്പ് പ്രകാരം കുറ്റക്കാരനാണ്. ശിക്ഷ 7 വർഷം വരെയാകാവുന്ന തടവും പിഴയും. സെക്ഷൻ 409 പൊതുസേവകനോ ബാങ്കറോ വ്യാപാരിയോ ഏജന്റോ ചെയ്യുന്ന കുറ്റകരമായ വിശ്വാസവഞ്ചനയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ്. സെക്ഷൻ 409 എന്ന് വെച്ചാൽ പൊതുസേവകനോ ബാങ്കറോ വ്യാപാരിയോ ഏജന്റോ ചെയ്യുന്ന കുറ്റകരമായ വിശ്വാസവഞ്ചനയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 409. ഔദ്യോഗിക പദവിയിലുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥനോ ഒരു ബാങ്കറോ ഒരു വ്യാപാരിയോ മറ്റൊരാൾക്കു പകരം തൊഴിൽ നടത്തുന്ന ഒരാളോ ഒരു ബ്രോക്കറോ ഒരു അറ്റോർണിയോ ഒരു ഏജന്റോ അവരുടെ തൊഴിലിൻ്റെ ഭാഗമായി ഏതെങ്കിലും വിധത്തിൽ ചുമതലപ്പെടുത്തി ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു വസ്തുവിനെയോ അല്ലെങ്കിൽ വസ്തുവിന് മേലുള്ള അധികാരത്തെയോ സംബന്ധിച്ച് കുറ്റകരമായ വിശ്വാസവഞ്ചന നടത്തുന്നെങ്കിൽ അവർ ഈ വകുപ്പ് പ്രകാരം ശിക്ഷാർഹമാണ്. ശിക്ഷ ജീവപര്യന്തം തടവോ അല്ലെങ്കിൽ 10 വർഷം വരെ ആകാവുന്ന തടവും പിഴയും. സെക്ഷൻ 410 മോഷണ മുതലിനെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ്. സെക്ഷൻ 410 മോഷണ മുതലിനെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ്. മോഷണ മുതൽ എന്നാൽ മോഷണം, ഭയപ്പെടുത്തി അപഹരിക്കൽ എന്നിവയാൽ കൈവശം വന്നുചേർന്ന ഒരു വസ്തു, കുറ്റകരമായി ദുർവിനിയോഗം ചെയ്യപ്പെട്ടുള്ള ഒരു വസ്തു. ഏത് വസ്തു സംബന്ധിച്ചാണോ കുറ്റകരമായ വിശ്വാസവഞ്ചന നടത്തിയിരിക്കുന്നത് ആ വസ്തു. ഒരു വസ്തുവിൻ്റെ കൈമാറ്റമോ ദുർവിനിയോഗമോ വിശ്വാസവഞ്ചനയോ ഇന്ത്യക്കകത്തോ അല്ലെങ്കിൽ പുറത്തോ ഏത് സ്ഥലത്ത് വെച്ച് ചെയ്യപ്പെട്ടിരുന്നാലും ആ വസ്തു മോഷണ മുതൽ എന്ന് പറയപ്പെടുന്നതാണ്. എന്നാൽ അങ്ങനെയുള്ള വസ്തു പിന്നീട് ആ വസ്തു കൈവശം വയ്ക്കുന്നതിന് നിയമാനുസൃതം കൈവശാവകാശമുള്ള ആളുടെ കൈവശം വന്നു ചേർന്നതിന് ശേഷം അത് മോഷണ മുതൽ അല്ലാതായി തീരുന്നു. സെക്ഷൻ 411 സെക്ഷൻ 411 മോഷണ വസ്തു നേരിട്ടല്ലാത്ത മാർഗത്തിൽ സ്വീകരിക്കുന്നതിന് സംബന്ധിച്ച് പരാമർശിക്കുന്ന വകുപ്പ്. ഒരു വസ്തു നടത്തപ്പെട്ടതാണെന്ന് അറിഞ്ഞുകൊണ്ട് ആ വസ്തുവിനെ വഞ്ചനാപരമായി സ്വീകരിക്കുകയോ കൈവശം വെച്ചിരിക്കുകയോ ചെയ്യുന്ന ഏതൊരാളും ഈ വകുപ്പ് പ്രകാരം ശിക്ഷിക്കപ്പെടാവുന്നതാണ്. ശിക്ഷ 3 വർഷം വരെ ആകാവുന്ന തടവോ പിഴയോ രണ്ടും കൂടിയോ.